ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും മൈ വേസ് കുഞ്ഞു ഹീറോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എണിച്ചേ ഉള്ളൂ. സമയം 6:20 കഴിഞ്ഞു, 6:30 ആവാൻ പോകുന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനത്തെ വേഷം വിചാരിക്കണ്ട. പിന്നെ എന്താ പറയുക, ആസാമിലാണല്ലോ. അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പ്, നമ്മുടെ നാട്ടിലത്തെയും കാട്ടിലും തണുപ്പ് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പാലക്കാട് അങ്ങനെ ഇല്ല. പാലക്കാട് അങ്ങനെ തണുപ്പുള്ള സ്ഥലമല്ല. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. പാലക്കാട്ടത്തെ ചൂട്ടിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ല തണുപ്പുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിൻ്റർ സീസൺ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയിലേക്ക്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ആദ്യം വിൻ്റർ എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു മഞ്ഞിൻ്റെ ഒരു അവസ്ഥ, കോട ഇറങ്ങിയിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോടയൊന്നും ആരും കാണാത്തതൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് എന്താ പറയുക, അധികവും ഇങ്ങനത്തെ അതൊന്നും ഡെയിലി ഉണ്ടാവാറില്ലാത്തത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു മഞ്ഞാണെന്ന് ഞങ്ങളിങ്ങനെ അതിശയിച്ച് പറയും. അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ മകനെ എണിച്ചിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യണ പോലെ. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. പിള്ളേർക്കൊന്ന് സ്കൂളുണ്ട്, അപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. പിന്നെ ഇന്നലെ ഗുരുവായൂർ ഏകാദശിയായിരുന്നു. അപ്പോൾ ഏകാദശിക്ക് വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്ത് വിളക്കൊക്കെ വെച്ചിട്ട് വേണം വ്രതം മുറിക്കാൻ. അപ്പോൾ പിള്ളേരെയൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം വ്രതമൊക്കെ മുറിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയില്ല, നേരവും വൈകി, നേരത്തെ എണിക്കണം വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്നാലും നേരം ഇത്ര 6:30 ആയിട്ടും മഞ്ഞ് നിൽക്കണത് ഞാൻ എന്താ പറയുക, കാണിച്ചു തരാം കേട്ടോ. മഞ്ഞ് ഇങ്ങനെ പോവുമല്ല, ഓൾറെഡി മഞ്ഞുള്ള സീസണിൽ നല്ല തണുപ്പ് തന്നെയായിരിക്കും. നല്ലൊരു ഡേ ടൈം ഫുള്ളും തണുപ്പുണ്ടാവും. ചെറിയ എന്താ പറയുക, വെയിൽ വന്നാലേ വന്നു പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പുറത്തേക്ക് വന്നു. പുറത്ത് നല്ല വെളിച്ചം പോലെ ഉണ്ട് കേട്ടോ. പുറത്തേക്ക് വന്നപ്പോൾ ഫോണിൽ അപ്പോൾ ഞാൻ ചെരുപ്പിടട്ടെ, കാലിൽ സോക്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വിൻ്റർ സീസൺ കാണിച്ചു തരാം. വിൻ്റർ എങ്ങനെയുണ്ട് ഇവിടെ ഒന്നും തൊടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ഞിൻ്റെ ഇത് കാരണം അങ്ങനെ വെള്ളം ഇതായിരിക്കും. കണ്ട, ഞാൻ മഞ്ഞത്തിറങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു മഞ്ഞ് കണ്ട, ഫുൾ മഞ്ഞാണ്. എല്ലാവരുടെയും കോട പോലെ ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് അപ്പുറമുള്ള തൊട്ടടുത്തുള്ള വീട് വരെ കാണാം. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിഴൽ പോലെ കാണാൻ പറ്റണുള്ളൂ കേട്ടോ. അത്രയ്ക്കും കോട ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. നോക്കിയോട്ടോ, ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ മഞ്ഞ് വീണ് ഇങ്ങനെ വെള്ളം വീണ് കിടക്കുകയാണ്. ഹായ് ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്താ, മകൻ എണിച്ചു വന്നിട്ടുണ്ട്. തണുപ്പത്ത് എണിക്കണ്ട പറഞ്ഞാൽ കേൾക്കില്ല. സോക്സ് പോലും ഇടാണ്ട് എണിച്ചു വന്ന് നിൽക്കുന്നുണ്ട്. ചെറുത് എണിച്ചിട്ടില്ല. മകൻ എണിച്ചിട്ട് എൻ്റെ ഒപ്പം വന്ന് നിൽക്കുകയാണ്. സോക്സ് ഒന്നും ഇട്ടിട്ടില്ല, ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആളെ ഇറങ്ങിയിരിക്കണം. മഞ്ഞത്ത് കൂടെ നടക്കണണ്ട. എന്നിട്ട് അവിടെ എന്തോ കണ്ട് നോക്കുകയാണ്. നിറയെ ഉപ്പിച്ചാതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ അവരിങ്ങനെ നോക്കിയിരിക്കും. അതാണ് അവരിൻ്റെ പേടി. അപ്പോൾ കണ്ട,
ഇതാണ് ഇവിടുത്തെ. എനിക്ക് ഇത്രയും തണുപ്പത്ത് ഞാൻ എന്താ പറയുക, ഇനി കുളിച്ച് ഇതാവണം. ഇങ്ങനെ ഇത്രയും ഇതുണ്ടാവുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇത്രയും ഉള്ള സ്ഥിതിക്ക് ഇന്നലെ ഇച്ചിരി ഒരു സൈഡിൽ കൂടെ വെയിലടിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആവാറായപ്പോൾ. ഇന്ന് അതും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. നല്ല മഞ്ഞാണ്. ഞാൻ ഇനി അടുക്കളയിൽ പോയിട്ട് വേഗം ചോറും കൂട്ടാനും വെക്കട്ടെ. ബാക്കി പിന്നെ ഇല്ലെങ്കിൽ ലോങ് വീഡിയോവും പിന്നെ അത്ര അത് എന്താ പറയുക, ആരും കാണുമില്ല ലോങ് ആയിക്കഴിഞ്ഞാൽ. അപ്പം ഞാനിന്നൊരു വിൻ്റർ സീസണിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ട തണുത്ത് ഭ്രാന്താവാൻ പോവുകയാണ്. വെള്ളത്തിൽ കയറ്റിയിട്ട് വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഉണ്ടാവും, അങ്ങനെ ഐസ് പോലെ. എനിക്കങ്ങനെ കയ്യൊക്കെ അങ്ങനെ മരവിക്കും. ചോറും കൂട്ടാനും പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴത്തേക്ക് നല്ല ഇതാണ്. കണ്ട് എന്താ ഒരു മഞ്ഞാണ് കോട. ചെറുതായിട്ടൊരു ഷീറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേ മഞ്ഞുതുള്ളികൾ ഷീറ്റിൽ വീണ് മഴത്തുള്ളി വീണ പോലത്തെ സൗണ്ടാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഇവിടെ ചെറുപയറാണ് വയ്ക്കാൻ പോണത്. അല്ല, കറിയായി. അപ്പം രണ്ടുപേർക്കും കൂടി ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് ഞാൻ വാരി കൊടുക്കും. അവരെ വാരി ഉണ്ണാൻ നിർത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവും വാരി ഉണ്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പം ഞാൻ വേഗം വാരി കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾ ഊറ്റേണ്ട ആവശ്യമില്ല. കണ്ട, കുക്കറിൽ വെക്കുമ്പോൾ ഇതാണ് എന്താ പറയുക, ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് ചോറാവുകയും ചെയ്യും, ഊറ്റേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് കറി ആയിട്ടുണ്ട്. ചാറ് കറിയെ വെച്ചത് പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും ഇനി തേങ്ങയൊക്കെ ചേണ്ടി ഒക്കെ നിൽക്കാൻ സമയമില്ലാത്ത കാരണം പെട്ടെന്ന് അത് വേവിച്ച് ഇങ്ങനെ ആക്കിയിട്ടു. ഏട്ടൻ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്നു. അപ്പോൾ ഞാൻ എന്താ പല്ല് തേക്കാൻ പോവാണ്. ഇനി പല്ല് തേച്ചിട്ട് ബാക്കി പണിയൊക്കെ കേട്ടാ. പല്ല് തേക്കാൻ ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ പുറകു വശത്ത് വന്ന് നിൽക്കുകയാണ്. അതാണ് വീട്ടിൻ്റെ പുറകു വശം. ഇതൊക്കെ ഏട്ടൻ്റെ മുളക് തൈയാണ് കേട്ടോ. ഇത് ഏട്ടൻ മുളക് തൈ കൊണ്ടുവച്ചതാണ്. വേണ്ട, അത് മുളച്ചു, പക്ഷെ ഹൈറ്റ് വയ്ക്കുന്നില്ല. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. അടിക്കണതും തുടയ്ക്കണതൊക്കെ ഇത്തിരി സ്പീഡ് കൂട്ടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഹാളായതുകൊണ്ട് ഇത്തിരി സമയം പിടിക്കും അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് സ്പീഡാക്കി വെച്ചത്. ഇപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞ് ഇനി വേഗം കുളിക്കട്ടെ, വിളക്ക് വയ്ക്കാം, എന്നിട്ട് വേണം വ്രതം മുറിക്കണമെങ്കിൽ. വല്ലാത്ത ദാഹമുണ്ട് കേട്ടോ. ഇന്നലെ തൊട്ട് അങ്ങനെ വെള്ളവും അധികം കുടിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ കണ്ട ഒന്നാമത് ഡ്രൈ സീസണാണ്. അപ്പോൾ ഞാനൊന്ന് വേഗം പോയി കുളിച്ചിട്ടിട്ട്, ഇന്നലെ ഏകദേശം ആയതുകൊണ്ട് വിളക്ക് വയ്ക്കാനും ഒക്കെ കൂടിയിട്ട് ഈ ഡ്രസ്സാണ് ഇട്ടിട്ടത്. വല്ലപ്പോഴും ഇടയ്ക്ക് ഇപ്പോൾ ഇടാറുണ്ട് ഇത്. കാരണം പുറത്തൊന്നും ഇങ്ങനത്തെ ഇട്ടിട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ തന്നെ നിന്ന് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ തന്നെ നിന്ന് ഇടുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് ഒന്ന് വിളക്ക് വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൃത്യം 10:02 അപ്പോൾ തുണി പൊടിക്കാൻ ഇടാൻ പോകാൻ. അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ മോർണിംഗ് വ്ളോഗിൽ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ബോറിംഗ് ആണ്. അപ്പോൾ മോർണിംഗ് വ്ളോഗാക്കി നിർത്തുകയാണ്.
അപ്പം ഞാനെന്താ കാണിക്കണമെന്ന് നോക്കണ്ട, ഞാൻ തുളസിക്ക് വെള്ളം ഒഴിക്കുകയാണ്. സാധാരണ ഞാൻ വലം വയ്ക്കാറൊന്നുമില്ല. അപ്പോൾ വ്രതമൊക്കെ എടുത്തത് കൊണ്ട് ഞാൻ ഇന്നലെ യൂട്യൂബ് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും യൂട്യൂബിൽ തുളസിക്ക് 5 വലം വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്, വ്രതമൊക്കെ എടുക്കുന്നവർക്ക് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞ് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് പോവാറേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ന് വലമൊക്കെ വെച്ച് അപ്പോൾ നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്, വ്രതമൊക്കെ നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാ ഞാൻ വിളക്കൊക്കെ വെച്ച് തുളസി വെള്ളമൊക്കെ കുടിച്ച് എന്താ പറയുക, വ്രതമൊക്കെ മുറിച്ചു. ഇത്തിരി വൈകി, എന്നാലും ഇവിടങ്ങളിൽ കുഴപ്പമില്ല. 10 മണിയായാലും ഇവിടെയുള്ളവരെല്ലാവരും പൂജയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ മണിയടിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിലായതുകൊണ്ട് നേരത്തെ കാലത്തെ വിളക്ക് വെക്കണം എന്നൊക്കെ പറയും. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾക്ക് നമ്മളെ കൊണ്ടാവുന്നത് പോലെയല്ലേ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതാണ്ടില്ലേ, വിളക്ക് വെച്ചു. ഇനിയിപ്പോൾ ഇതാ ചായ ഉണ്ട്. ചായ കട്ടൻ ചായയാണ് കേട്ടോ. ഇങ്ങനെ കാണുന്നുണ്ടോ കട്ടൻ ചായ? കട്ടൻ ചായ തുളസി വെള്ളമൊക്കെ കുടിച്ച് ഞാൻ അതെടുത്തില്ല, മറന്നുപോയി. അപ്പോൾ ആദ്യം ചായ കുടിക്കട്ടെ കേട്ടോ. നല്ല തണുപ്പത്ത് കുളിയൊക്കെ കഴിഞ്ഞ കാരണം ഭയങ്കര കുളിരാണ്, കൈയൊക്കെ ഇങ്ങനെ കുളിർന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഏലക്കയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചായ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സുഖമുണ്ട് കുടിക്കുമ്പോൾ ഒരു മണമൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ആൻഡ് മൈ ലൈഫ് ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡേ ആൻഡ് മൈ ലൈഫ് എല്ലാവർക്കും ബോറിംഗ് ആവും, പിന്നെ ലെങ്തി വീഡിയോ ആവും. അപ്പോൾ ഇന്നത്തോടെ ഇതാണ് കേട്ടോ ഞാൻ രാവിലെ കഴിക്കാൻ പോണത്. ചായ കുടിച്ചു. എന്തായാലും എനിക്കിത് ഭയങ്കര കൊതിയായിട്ട് വയ്യ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ചോറുണ്ണും. കറിയൊക്കെ ആയിട്ടുണ്ട്. കറിയും ചോറൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കണ്ടില്ലേ, ചെറുപയർ കറിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പം എന്തായാലും എനിക്ക് ഇത് തിന്നാൻ തോന്നിയിട്ട് വയ്യ. അപ്പം ഞാൻ എന്തായാലും വെള്ളവും കുടിച്ചു, ചായയും കുടിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ. രാവിലെ തന്നെ എന്താണ് ഇങ്ങനെ ചോറൊന്നും കഴിക്കാണ്ട് വെറും വയറ്റിൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് വിചാരിക്കണം. ഫ്രൂട്ട്സൊക്കെ കഴിക്കണം നല്ലതാണല്ലോ. പക്ഷേ എന്നാൽ ഇതെനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാക്കി കഴിക്കാൻ പോകണം. കണ്ടില്ലേ, ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പേരയ്ക്കൊക്കെ തിന്ന് നോക്കും നന്നായിട്ട്. ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം എന്താ പറയുക, ഇത് വെറുതെ തിന്നാനാണ്. ഇവിടെ കണ്ട റെഡ് കളർ നല്ല മധുരമുണ്ട്. ഇത് ഫുള്ളും വൈറ്റാണ്, കഴമ്പാണ് അതിൻ്റെ മാംസം മാത്രം, ഉള്ളിലത്തെ അല്ല, പുറമേ ഉള്ളത്. അപ്പോൾ അതിന് ഇത്തിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ടാവും. വെയിലായതുകൊണ്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാനത് കഴിക്കാൻ പോകണം കേട്ടോ, മുളക് പൊടിയൊക്കെ ആക്കിയത്. കുഴപ്പമില്ല കേട്ടോ, അധികം എരിവും ഒന്നും മുളക് പൊടി ഇട്ടിട്ടില്ല, അതുകൊണ്ട് എരിവൊന്നുമില്ല. പിന്നെ ഇത്തിരിയും കൂടി ഉപ്പും ഇത്തിരിയും കൂടി കുറച്ചും കൂടി എരിവും മുളകും ആക്കാൻ തോന്നി. ചിലപ്പോൾ ഇതിൽ നേരെ ആവാത്ത കാരണം ഇരിക്കട്ടെ. ഇത് കുറച്ച് വെയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രധാനമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. കമൻ്റൊക്കെ എഴുതുക. കമൻറ്റ് വരുമ്പോൾ നമ്മുടെ വീഡിയോ റീച്ച് മെല്ലെ റീച്ച് കയറും. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് എത്തും. അപ്പോൾ അങ്ങനെയും
ഒരു ഉപകാരമാകുമല്ലോ. അപ്പോൾ കാണുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടക്കക്കാരായതുകൊണ്ടും പിന്നെ ഞാൻ തുടങ്ങിയിട്ട് എനിക്കധികം സപ്പോർട്ടേഴ്സൊന്നും ഇല്ല. ഫാമിലിയിൽ നിന്നാണെങ്കിലും ശരി, പുറമേ നിന്നാണെങ്കിലും ശരി, കുറച്ച് പേരുണ്ട്. അവർ മാത്രമേ സ്ഥിരമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്നതിൽ കുറച്ച് പേര് ഉണ്ട്, അവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കാരണം പിന്നെ നമുക്കറിയാവുന്നതിൽ എല്ലാവരും കാണുന്നുണ്ട് എന്ന് പറയാനും നമുക്കറിയില്ല. പക്ഷെ അറിയുന്നവർ കാണുമ്പോൾ ഇന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പറയാനൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർ കാണുന്നുണ്ട് എന്നറിയാം. ബാക്കിയുള്ള അറിയുന്ന കുറച്ച് ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. എന്നാലും കാണുന്നവർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.